ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീരവേണ്ടി കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം തിരുനെൽവേലി. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിച്ചത് പാലിയത്തച്ഛനും തിരുവിതാംകൂറിൽ കലാപം നയിച്ചത് വേലുത്തമ്പി ദളവ. കർണാടകയിൽ കലാപം നയിച്ചത് കിട്ടൂർ ചിന്നമ്മ. മലബാറിൽ കലാപം നയിച്ചത് പഴശ്ശിരാജ. ശിവഗംഗയിൽ കലാപം നയിച്ചത് മരുതു പാണ്ഡ്യൻ. ഔദിൽ കലാപം നയിച്ചത് രാജാ ചെയ്ത് സിംഗ്. കൊച്ചിയിൽ പാലിയത്തച്ഛൻ, തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ, കർണാടകയിൽ കിട്ടൂർ ചെന്നമ്മ, മലബാറിൽ പഴശ്ശിരാജ, ശിവഗംഗയിൽ കലാപം നയിച്ചത് മരുതു പാണ്ഡ്യൻ, ഔദിലാണെങ്കിൽ ചെയ്ത് സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യമുയർത്തിയത് പോറ്റി ശ്രീരാമലു ആണ്. പോറ്റി ശ്രീരാമലു ആണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യം ഉയർത്തിയത്. ഈ ആവശ്യവുമായി നിരാഹാരം സമരം നടത്തി പോറ്റി ശ്രീരാമലു 58-ാം ദിവസം അന്തരിച്ചു. 58 ദിവസം നിരാഹാരം കിടന്ന് മരിച്ച ആളാണ് പോറ്റി ശ്രീരാമലു. ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷമാണ് 1953. ഇതിൻ്റെയൊക്കെ ഫലമായി 1953 ഭാഷാടിസ്ഥാനത്തിൽ രൂപംകൊണ്ട ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്ര എന്ന് പറയുന്നത്. 1953 ഫസൽ അലി അധ്യക്ഷനായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ച വർഷമാണ് 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി കാവാലം മാധവ പണിക്കറാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡുവിനെയാണ്. സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ ആദ്യ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയാണ്. ബി ആണ് ആൻസർ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. പ്രധാനമന്ത്രിയായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയന്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ആസൂത്രണ കമ്മീഷൻ എന്നുള്ള അത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത് ആസൂത്രണ കമ്മീഷൻ മുഖേനയാണ്. പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത് ആസൂത്രണ കമ്മീഷൻ മുഖേനയാണ്. ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്ന പേര് ഏതാണ്? പ്രഗ്യാൻ എന്നാണ്. പ്രഗ്യാനാണ് ചന്ദ്രയാൻ 3യുടെ ദൗത്യത്തിന്റെ റോവറിനെ പറയുന്ന പേര്, പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തു. എന്നാൽ 2023 ഓഗസ്റ്റ് 23 പ്രഗ്യാൻ എന്ന റോവറാണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി പരീക്ഷണങ്ങൾ നടത്തിയത്. പ്രഗ്യാൻ റോവർ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമായ ചന്ദ്രയാൻ 1നെ 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22, ചന്ദ്രയാൻ 3 ആണെങ്കിൽ 2023 ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തു. 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചു. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2ഉം ചന്ദ്രയാൻ 3 2023 ജൂലൈ 14, ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചത്. വിക്രം ആയിരുന്നു ലാൻഡർ. ലാൻഡറിൻ്റെ പേരാണ് വിക്രം, റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? സി. അഗ്നിസാക്ഷിയാണ് വയലാർ അവാർഡ് നേടിയ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത്. അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിയാണ് വയലാർ അവാർഡിന്
അർഹമായത്. 1977 ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലിന് വയലാർ അവാർഡ് ലഭിച്ചത്. പി.കെ. ബാലകൃഷ്ണൻ്റെ കൃതിയായ ഇനി ഞാൻ ഉറങ്ങട്ടെയാണ് വയലാർ പുരസ്കാരം നേടിയ രണ്ടാമത്തെ കൃതി. പി.കെ. ബാലകൃഷ്ണൻ്റെ കൃതിയായ ഇനി ഞാൻ ഉറങ്ങട്ടെ ആണ് വയലാർ അവാർഡ് നേടിയ രണ്ടാമത്തെ കൃതി. 1985 എം.ടി. വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിന് വയലാർ പുരസ്കാരം കിട്ടി. 1985 എം.ടി. വാസുദേവൻ നായർക്ക് രണ്ടാം ഊഴം എന്ന നോവലിനു വേണ്ടി വയലാർ അവാർഡ് കിട്ടി. 2025 സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന് വയലാർ പുരസ്കാരം കിട്ടി. 2025 ആർക്കാണ് കിട്ടിയത്? സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹമേതാണ്? ഇലക്ട്രിക് ബാറ്ററികളുടെ പ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹമാണ് ലിഥിയം. ലിഥിയമാണ് ആൻസർ, ലിഥിയം. ലിഥിയം അയൺ ബാറ്ററിയിൽ ലിഥിയം അയൺ ബാറ്ററികളിൽ രാസോർജം വൈദ്യുതോർജ്ജമാക്കുന്നു. വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചത് അലസാൻഡ്രോ വോൾട്ടയാണ് വൈദ്യുത രാസസെൽ കണ്ടെത്തിയത് അലക്സാൻഡ്രോ വോൾട്ടയാണ്. റീചാർജ് ചെയ്യാൻ സാധ്യമല്ലാത്ത സെൽ പ്രൈമറി സെല്ലും റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന സെൽ സെക്കൻഡറി സെല്ലുമാണ്. റീചാർജ് ചെയ്യാൻ കഴിയാത്തതിനെ പ്രൈമറി സെല്ലെന്നും റീചാർജ് ചെയ്യാൻ കഴിയുന്നതിന് സെക്കൻഡറി സെല്ലും എന്ന് പറയുന്നത്. ഡ്രൈ സെൽ, ബട്ടൺ സെൽ, വോൾട്ടായിക് സെൽ തുടങ്ങിയ പ്രൈമറി സെല്ലാണ്. പ്രൈമറി സെല്ലിന് എക്സാമ്പിളാണ് ഡ്രൈ സെൽ, ബട്ടൺ സെൽ, വോൾട്ടായിക് സെൽ തുടങ്ങിയവ. അടുത്ത ലെഡ് ആസിഡ് ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി, ലിഥിയം അയൺ ബാറ്ററി, നിക്കൽ അയൺ ബാറ്ററി, നിക്കൽ മെറ്റൽ ഹൈബ്രിഡ് ബാറ്ററി എന്നിവ സെക്കൻഡറി സെല്ലുകളാണ്. ഒന്നിലധികം സെല്ലുകളെ ക്രമീകരിച്ച് ഒറ്റ വൈദ്യുത സ്രോതസ്സായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബാറ്ററി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐക്യ കേരള പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരാണ്? NV കൃഷ്ണവാര്യനാണ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് രേഖപ്പെടുത്തിയ പുസ്തകമാണ് 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് രേഖപ്പെടുത്തിയ പുസ്തകമാണ് 1.25 കോടി മലയാളികൾ. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? K. കേളപ്പനായിരുന്നു. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് K. കേളപ്പനാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരളം രൂപീകരിച്ചു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരളം രൂപീകരിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റുവാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നവയിൽ ഏതാണ് യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്നത്? വാർത്താവിനിമയമാണ് യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അധികാരം പങ്കിടുന്ന ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ 7ാം പട്ടികയിലാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അധികാരം പങ്കിടുന്ന ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ്? 7ാം പട്ടികയാണ്. ലിസ്റ്റുകൾ 7ാം പട്ടിക. 3 ലിസ്റ്റുകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ 11ാം ഭാഗത്താണ്. 3 ലിസ്റ്റുകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് 11ാം ഭാഗത്താണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയാണ് 3 തരം ലിസ്റ്റുകൾ. 3 തരം ലിസ്റ്റുകളുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. 42ാം ഭരണഘടനാ ഭേദഗതിയോടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും വിദ്യാഭ്യാസം, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, അളവ് തൂക്ക സമ്പ്രദായം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും
ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം എന്നീ 5 വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റി. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും വിദ്യാഭ്യാസം, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, അളവ് തൂക്ക സമ്പ്രദായം, സുപ്രീം കോടതിയും ഹൈക്കോടതികൾ ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സംവിധാനം എന്നീ 5 വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റി. അനുച്ഛേദം 249 പ്രകാരം സംസ്ഥാന ലിസ്റ്റുകളിലുള്ള ഒരു വിഷയത്തിനുമേൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്തേണ്ടത് ദേശീയ താൽപര്യത്തിന് ആവശ്യമാണെന്ന് രാജ്യസഭ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന് ആ വിഷയത്തിൽ നിയമം നിർമ്മിക്കാൻ സാധിക്കും. അനുച്ഛേദം 249 പ്രകാരം സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിനുമേൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്തേണ്ടത് ദേശീയ താൽപര്യത്തിന് ആവശ്യമാണെന്ന് രാജ്യസഭ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന് ആ വിഷയത്തിൽ നിയമം നിർമ്മിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? നിരാമയ പദ്ധതി. നിരാമയ പദ്ധതി എന്താണ്? കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി എന്ന് പറയുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അതിജീവനം. അതിജീവനം പദ്ധതി എന്തിനാണ് ഉള്ളത്? പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അതിജീവനം എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തരാക്കി ജീവിക്കുന്നതിന് സന്ദർഭമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സാകല്യം. സാകല്യം എന്താണ്? സാകല്യം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തരാക്കി ജീവിക്കുന്നതിന് സന്ദർഭമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സാകല്യം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? ആലുവയിലാണ് സർവമത സമ്മേളനം നടന്നത്. എന്നാണ് നടന്നത്? 1924 ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നു. സർവമത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സദാശിവയ്യർ ആണ് സർവമത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. വാദിക്കുകയും ജയിക്കുകയും അറിയുകയും അറിയിക്കുകയും ചെയ്യുക എന്നതാണ് സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമുള്ളതാണെന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശം ശ്രീനാരായണ ഗുരു നൽകിയത് സർവമത സമ്മേളനത്തിൽ വെച്ചാണ്. 1924 ഈ സമ്മേളനം നടന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുമതിയോടെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് ഭേദഗതി ചെയ്തത് ശിഷ്യനായ സഹോദരൻ അയ്യപ്പനാണ്. ഒരു പ്രത്യേക ദൈവത്തിനും സമർപ്പിക്കാതെ ശ്രീനാരായണ ഗുരു 1916 അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1916 ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യമാണ് ഓം സാഹോദര്യം സർവത്ര. ഓം സാഹോദര്യം സർവത്രയാണ് അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം. നെക്സ്റ്റ് സ്കൂൾ ടെക്സ്റ്റ് ഫോക്കസ് ആയിട്ടുള്ളതാണ്, സയൻസ് ആണ്. അടിസ്ഥാന ശാസ്ത്രം, ആസിഡുകളും ബേസുകളും. വസ്തുക്കളിലെ ഏത് പദാർത്ഥത്തിൻ്റെ സാന്നിധ്യമാണ് പുളിരുചിക്ക് കാരണം? ആസിഡിൻ്റെ സാന്നിധ്യമാണ് പുളിരുചിക്ക് കാരണം. ഏത് സസ്യത്തിൽ നിന്നാണ് ലിറ്റ്മസ് നിർമ്മിക്കുന്നത്? ലൈക്കണുകൾ എന്ന സസ്യത്തിൽ നിന്നാണ് ലിറ്റ്മസുകൾ നിർമ്മിക്കുന്നത്. ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറങ്ങൾ ഏതൊക്കെയാണ്? നീല, ചുമപ്പ് എന്നീ നിറങ്ങളിലുണ്ട് ലിറ്റ്മസ് പേപ്പർ. അടുത്ത, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ എന്നറിയപ്പെടുന്നത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതാണ് ആസിഡുകൾ. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നതാണ് ബേസുകൾ. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസുകളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? സൂചകങ്ങൾ എന്നാണ്. സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തൊക്കെയാണ്? ലിറ്റ്മസ് പേപ്പർ, ഫിനോഫ്തലിൻ, മീഥൈൽ, ഓറഞ്ച് എന്നിവയൊക്കെ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബേസുകളുടെ രുചി ഏതാണ്? കാരരുചിയാണ് ബേസുകൾക്കുള്ളത്. ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സൂചകം ഏതാണ്? സാർവിക സൂചകമാണ്. ലോഹങ്ങളുടെ ഓക്സൈഡുകളോ ഹൈഡ്രോക്സൈഡുകളോ ആണ് ബേസുകൾ എന്നറിയപ്പെടുന്നത്. ലോഹങ്ങളുടെ ഓക്സൈഡുകളോ ഹൈഡ്രോക്സൈഡുകളോ ആണ് ബേസുകൾ എന്നറിയപ്പെടുന്നത്. ബേസുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പൊട്ടാസ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ്. പൊട്ടാസ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ് ഒക്കെ
ബേസുകൾക്ക് ഉദാഹരണമാണ്. ജലത്തിൽ ലയിക്കുന്ന ബേസുകൾ അറിയപ്പെടുന്നതാണ് ആൽക്കലികൾ. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. ആൽക്കലികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ആൽക്കലികൾക്ക് ഉദാഹരണമാണ്. ആൽക്കലികൾ അല്ലാത്ത ബേസുകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? അയൺ ഹൈഡ്രോക്സൈഡ്, കോപ്പർ ഹൈഡ്രോക്സൈഡ് ഒക്കെ. ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവങ്ങൾ കാണിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവങ്ങൾ കാണിക്കുന്ന രാസപദാർത്ഥം. ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഹൈഡ്രോക്സൈഡുകൾ അറിയപ്പെടുന്ന പേരാണ് അംഫോടെറിക് ഹൈഡ്രോക്സൈഡുകൾ. അംഫോടെറിക് ഹൈഡ്രോക്സൈഡുകൾ എന്താണ്? ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഹൈഡ്രോക്സൈഡുകളെ പറയുന്ന പേരാണ് അംഫോടെറിക് ഹൈഡ്രോക്സൈഡ്. ലോഹ ഓക്സൈഡുകളുടെ പൊതുവെയുള്ള സ്വഭാവം ഏതാണ്? ബേസിക് ആണ് ലോഹ ഓക്സൈഡുകളുടെ പൊതുവെയുള്ള സ്വഭാവം എന്ന് പറയുന്നത്. അലോഹ ഓക്സൈഡുകളുടെ സ്വഭാവം അസിഡിക് നേച്ചറാണ്. ആസിഡ് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? അസിഡസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ആസിഡ് എന്ന പദം രൂപപ്പെട്ടത്. അസിഡസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം പുളിരുചി എന്നാണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? സി ആണ്. വൈറ്റമിൻ സി ഏത് ആസിഡാണ്? അസ്കോർബിക് ആസിഡാണ് വൈറ്റമിൻ സി എന്നറിയപ്പെടുന്നത്. നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്ന എന്തിൻ്റെ സാന്നിധ്യമാണ്? അസ്കോർബിക് ആസിഡിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ ഏതാണ്? ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണ് തൈരിൽ അടങ്ങിയിരിക്കുന്നത്. ലാക്ടോബാസിലസ് പാലിൽ പോഷണം നൽകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ലാക്ടോബാസിലസ് പാലിൽ പോഷണം നൽകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് എന്നറിയുന്നത്. ബേസായ ചുണ്ണാമ്പിൻ്റെ മറ്റൊരു പേരെന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് ചുണ്ണാമ്പിൻ്റെ മറ്റൊരു പേര്. അതൊരു ബേസാണ്. കാസ്റ്റിക് സോഡയുടെ മറ്റൊരു പേരാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡയാണ്. കാസ്റ്റിക് പൊട്ടാഷിൻ്റെ മറ്റൊരു പേരാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡയുടെ പേരാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് ആണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. വീര്യം കൂടിയ ആസിഡുകൾ ശരീരത്തിൽ പൊള്ളൽ ഉണ്ടാകാൻ കാരണം എന്താണ്? ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനുമുള്ള ആസിഡുകളുടെ കഴിവ് മൂലമാണ് വീര്യം കൂടിയ ആസിഡുകൾ ശരീരത്തിൽ പൊള്ളലുണ്ടാക്കാൻ കാരണം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദനിക്കുന്നതിന് കാരണമാണ് ഫോമിക് ആസിഡ് കോശങ്ങളുമായി പ്രവർത്തിക്കുന്നത് മൂലം. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയുടെ പേരെന്താണ്? അസിഡിറ്റിയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി. അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ എന്താണ്? ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, മലബന്ധം എന്നിവയാണ് അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ. ആസിഡിനെ നിർവീര്യമാക്കുന്ന ആസിഡ് അറിയപ്പെടുന്ന പേരെന്താണ്? ആൻറ്റാസിഡാണ് ആസിഡിനെ നിർവീര്യമാക്കുന്ന ആസിഡ്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണ്? സിട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ സിട്രിക് ആസിഡ് ഉണ്ട്, കാർബോണിക് ആസിഡ് ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്. വിനാഗിരിയുടെ രാസനാമമാണ് അസറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. വിനാഗിരിയാണ് അസറ്റിക് ആസിഡ്. അടുത്ത് അസറ്റിക് ആസിഡ് മഗ്നീഷ്യം റിബണിൻ്റെ ചെറുകണങ്ങൾ ഇടുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. റോക്കറ്റുകളിലും മോട്ടോർ വാഹനങ്ങളിലും ഇന്ധനമായി ഉപയോഗിക്കുന്ന വാതകവും ഹൈഡ്രജൻ തന്നെയാണ്. അടുത്ത 2023 സെപ്റ്റംബറിൽ ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കിയ ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ് 2023 സെപ്റ്റംബറിൽ ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കിയ ഇന്ത്യൻ നഗരം. ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ ഏതുമായി പ്രവർത്തിക്കുമ്പോഴാണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത്? ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ. ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനം എന്നറിയപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡുകളുടെ പൊതു സ്വഭാവത്തിനു കാരണം എന്തിൻ്റെ സാന്നിധ്യമാണ്? ഹൈഡ്രജൻ്റെ സാന്നിധ്യമാണ് ആസിഡിൻ്റെ പൊതു സ്വഭാവത്തിനുള്ള കാരണം എന്ന് പറയുന്നത്. ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജനോടൊപ്പം ഉണ്ടാകുന്ന ഉപോൽപ്പന്നമാണ് ലവണങ്ങൾ എന്ന് പറയുന്നത്. ലോഹവും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ലോഹത്തിൻ്റെ ഏത് സംയുക്തമാണ് ഉണ്ടാകുന്നത്? സൾഫേറ്റ് സംയുക്തമാണ് ഉണ്ടാകുന്നത്. ലോഹവും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ലോഹത്തിൻ്റെ സൾഫേറ്റ് സംയുക്തമാണ് ഉണ്ടാകുന്നത്. ലോഹവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ലോഹത്തിൻ്റെ ഏത് സംയുക്തമാണ് ഉണ്ടാകുന്നത്? ക്ലോറൈഡ് ആണ്. ലോഹവും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ സൾഫേറ്റ് സംയുക്തമാണ് ഉണ്ടാകുന്നത്. ലോഹവും ഹൈഡ്രോളിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ക്ലോറൈഡ് സംയുക്തമാണ് ഉണ്ടാകുന്നത്. ലോഹവും നൈട്രിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നൈട്രേറ്റ് സംയുക്തമാണ് ഉണ്ടാകുന്നത്.
ഹൈഡ്രജൻ കത്തുമ്പോൾ വായുവിലെ ഓക്സിജൻ തന്മാത്രകളുമായി കൂടിച്ചേർന്ന് ജലതന്മാത്രകൾ ഉണ്ടാകുന്നു. ഹൈഡ്രജനും വായുവിലെ ഓക്സിജനും തമ്മിൽ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ജലം പദാർത്ഥത്തിന്റെ ഏത് അവസ്ഥയിലായിരിക്കും? ബാഷ്പ അവസ്ഥയിലായിരിക്കും. ആസിഡുകളിലെ പൊതുഘടകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ആസിഡ് കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം? ജലം, ലവണം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ. ആസിഡിന്റെ pH മൂല്യം 7 താഴെയാണ്. ബേസ് ആസിഡുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ജലവും ലവണവുമാണ്. മോരിലും തൈരിലും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡാണ് അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, മോരിലും തൈരിലും ലാക്റ്റിക് ആസിഡ്, നാരങ്ങയിൽ സിട്രിക് ആസിഡാണ്. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ്. നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡാണ്. നെല്ലിക്കയിൽ. തക്കാളിയിൽ ഓക്സാലിക് ആസിഡ്. തൈരിന് പുളി നൽകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. റബ്ബർ പാൽ കട്ടിയാകാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡാണ് റബ്ബർ പാൽ കട്ടിയാവാൻ ഉപയോഗിക്കുന്നത്. ഉറുമ്പുകളുടെ ശരീരത്തിലുള്ളതും ഫോമിക് ആസിഡാണ്. ദഹനത്തെ സഹായിക്കാനായി ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത്രയായിരുന്നു. താങ്ക് യു.